ഈ പൂൾ എങ്ങനെയുണ്ട്? നമ്മുടെ ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ, അതിന്റെ പകുതി വലുപ്പമുള്ള ഒരു പൂളാണിത്. ഈ പുറകെ കാണുന്ന ക്ലബ് ഹൗസ് ആണെങ്കിലോ 32,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ക്ലബ് ഹൗസ് ആണ്. അതിൽ തന്നെ 3 സ്വിമ്മിംഗ് പൂളും 2 ജിംനേഷ്യവും എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു അടിപൊളി ക്ലബ് ഹൗസ് ആണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. ഇതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് അറിയണ്ടേ? ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 30 ലക്ഷം രൂപയ്ക്ക് ഒരു പാർപ്പിടം ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഞാൻ ഇന്നുള്ളത് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന്റെ ലാൻഡ്മാർക്ക് വില്ലേജ് എന്ന ഒരു പ്രൊജക്റ്റിലാണ് കേട്ടോ. 20 ഏക്കറിൽ 6 റെസിഡൻഷ്യൽ ടവർ വരുന്ന ഒരു കിടിലൻ പ്രൊജക്റ്റാണിത്. നമ്മുടെ വയനാടിന്റെയും കോഴിക്കോടിന്റെയും ഒരു എന്താ പറയാ, ഒരു സെക്കൻഡ് ഹോം എന്ന രീതിയിൽ. നമ്മളിപ്പോൾ വയനാട് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഓഫ് സീസണിൽ പോലും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നമ്മുടെ വയനാട്. അതിന് തൊട്ട് താഴെ അടിവാരത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കോഴിക്കോടുള്ളവർക്കാണെങ്കിലും അതുപോലെ പുറത്ത് എവിടെ ഉള്ളവർക്കാണെങ്കിലും ഒരു സെക്കൻഡ് ഹോം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ ആണ്. അതും 360 ഡിഗ്രി വ്യൂ വരുന്ന നല്ല അടിപൊളി അന്തരീക്ഷം, കാമൺ കോയിറ്റ് അന്തരീക്ഷം, നല്ല സൂപ്പർ ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയയിൽ ഒരു പാർപ്പിടം 30 ലക്ഷം രൂപ മുതൽ 3 കോടി വരെയുള്ള അൾട്രാ ലക്ഷറി ഫ്ലാറ്റുകളും അവൈലബിൾ ആയുള്ള ഒരു സൂപ്പർ പ്രൊജക്റ്റ് ആണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ടൗൺഷിപ്പ് പ്രോജക്റ്റ് ടോട്ടൽ വരുന്നത് 125 ഏക്കറിലാണ് കേട്ടോ. ഈ 125 ഏക്കറിൽ കോളേജുകൾ വരുന്നുണ്ട്, 4 സ്റ്റാർ ഹോട്ടൽ വരുന്നുണ്ട്, അത് മാത്രമല്ല മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്, പിന്നെ നല്ല അടിപൊളി ഒരു മോസ്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഈ ടൗൺഷിപ്പിനുള്ളിലാണ് നമ്മൾക്ക് 20 ഏക്കർ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു നഗരത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ഇത്രയും ഓപ്പൺ സ്പേസ് ഉള്ള ഒരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന വ്യൂ കേട്ടോ. ശരിക്കും നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നല്ലേ, വയനാട്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ, ആ ഒരു ക്ലൈമറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയും കൂടി ഈ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിനുണ്ട്. ഹലോ ആഷിഖ്. ഹലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആഷിഖ്, ഇവിടുത്തെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്തത്. അപ്പൊ ആഷിഖ്, നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര ഫ്ലാറ്റുകളാണ് വരുന്നത്? നമുക്ക് ടോട്ടൽ 1300 അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഓ, 1300ഓളം അപ്പാർട്ട്മെന്റ്സ് തന്നെ ഉണ്ട് അല്ലേ? അതിൽ എത്രത്തോളം? അത് നമുക്ക് 2 സെഗ്മെന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പ്യൂർ റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സെഗ്മെന്റ് ആണ് അല്ലേ? എങ്ങനെയൊക്കെയാണ് വരുന്നത്? അപ്പൊ അതിൽ നമുക്ക് ഏതാണ്ട് ഒരു 737 അപ്പാർട്ട്മെന്റ് കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ ടവർ, കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ ആണ്. അതിൽ സ്റ്റുഡിയോയും അതുപോലെ 1 BHK ഒക്കെ ഉണ്ടാവും. 1 BHK ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അതിൽ ഷോപ്പിംഗ് കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ ഫ്ലാറ്റ് എടുക്കുന്നവർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് കിട്ടുക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റ് പ്രൊജക്ടുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ഒരാൾ ഫ്ലാറ്റ് മേടിക്കുമ്പോൾ അവർക്ക് ഫ്ലാറ്റ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, അതോടൊപ്പം ഒരു നഗരം കൂടി കൊടുക്കുന്നുണ്ട്. ഒരു നഗരം ഫുൾ അവരുടെ കയ്യിലേക്ക്, ഫുൾ പാക്ഡ് സിറ്റീസ് ആണ് അവരെ നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത്. ടോട്ടൽ 125 ഏക്കർ, ടോട്ടൽ 125 ഏക്കറാണ് നമ്മളുടെ പ്രൊജക്ട് വരുന്നത്. ആക്ച്വലി ഇതൊരു ടൗൺഷിപ്പ് ആണ്, ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആണ്, കേരളാസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ്. അതിന്റെ റെസിഡൻഷ്യൽ ഏരിയ 20 ഏക്കർ. അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് വില്ലേജ് ഫ്ലാറ്റുകൾ ഉള്ളത്, റെസിഡൻഷ്യൽ യൂണിറ്റുകൾ. ഇത് കൂടാതെ നമുക്ക് ഹോട്ടൽ, ടൂറിസം സോൺ ഉണ്ട്, പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ സോൺ ഉണ്ട്, പിന്നെ ഹെൽത്ത് സോൺ ഉണ്ട്, പിന്നെ നമുക്ക് കൾച്ചറൽ സോൺ ഉണ്ട്. അതായത് എല്ലാം ഒരു നഗരം. നമ്മൾ കാലിക്കറ്റ് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കാലിക്കറ്റ് സിറ്റിയിലുണ്ട്, പക്ഷെ ഒരുപാട് പല പല സ്ഥലങ്ങളിലായിരിക്കും. ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ എല്ലാം നമ്മളെ കൺമുന്നിൽ തന്നെ, ഒരു ഐ കോണ്ടാക്ടിന്റെ ഉള്ളിൽ നമുക്ക് സ്കൂൾസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, 4 സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽ ഉണ്ട്, 7 സ്റ്റാർ ഫെസിലിറ്റി വെൽനസ് ഉണ്ട്. അപ്പം നമ്മളിപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വിത്തിൻ നമ്മളെ ഈ ഒരു കൺമുന്നിൽ ഈ ഒരു നഗരം കാണാൻ പറ്റും. അത് വെറും ഒരു നഗരമല്ല, നമ്മൾ ഇപ്പം പല നഗരങ്ങൾക്കും നഗരത്തിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം നമുക്കിവിടെ നഗരം കിട്ടുന്നതോടൊപ്പം അഡ്വാൻറ്റേജ് മറ്റ് നഗരങ്ങളിൽ എന്താന്ന് വെച്ചാൽ മാറ്റം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നിങ്ങൾ ഈ ഒരു സറൗണ്ടിങ്സ് കണ്ടോ, ഒരു ഗ്രീനറി, ഭയങ്കര ഗ്രീനറി വ്യൂ, ലഷ് ഗ്രീനറി. നമുക്കൊരു ഗോഡ് ഗിഫ്റ്റ് പോലെ ഗ്രീനറി, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഗോഡ് ഗിഫ്റ്റ് ആണല്ലോ അല്ലെ? അപ്പൊ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഫ്ലാറ്റ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രകൃതി സൗന്ദര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ വയനാട് ചുരത്തുനിന്ന് 9ാം വളവെന്നോ അല്ലാതെ 7ാം വളവെന്നോ ഒക്കെ ഈ പ്രൊജക്ട് ശരിക്കും കാണുന്നുണ്ടല്ലോ. ചുരത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാം
ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ചുരം വിസിബിലിറ്റി ആണ് കാണാൻ പറ്റും. അവിടെ ഇങ്ങോട്ടുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞത്, നല്ല വ്യൂ ആണ്. നമ്മുടെ പള്ളിയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ഈ പ്രൊജക്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യൂ ഭയങ്കരമാണ് കേട്ടോ. ശരിക്കും നമ്മൾ വയനാട്ടിൽ എവിടെ ഒരു റിസോർട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ ഇപ്പം ഈ ഈ വെസ്റ്റേൺ ഗേറ്റ്സ് ആണല്ലോ ഇത്. ഈ വെസ്റ്റേൺ ഗേറ്റ്സ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു കാറ്റുണ്ട്. അത് നിങ്ങൾക്കിപ്പോ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല തണുത്തൊരു കാറ്റ്. അത് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമുക്ക് ഇവിടെ ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഇവിടെ ഫ്ലാറ്റ് മാത്രമല്ല, നമുക്ക് കീപ്പ് എ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ പോസിറ്റീവ് എനർജി നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ്മാർക്ക് വില്ലേജ് എന്നും കൂടി പറയുന്നത് അല്ലേ, ഒരു സിറ്റിക്കുള്ളിലുള്ള ഗ്രാമം. നമ്മളൊരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാല് നഗരത്തിനകത്തെ ഒരു ഗ്രാമം. അത് മാത്രമല്ല 20 ഏക്കറിലാണ്. 20 ഏക്കറിൽ ആകെ 6 ടവറേ വരുന്നുള്ളൂ. 14ഓളം ഏക്കർ ഫ്രീ ആണ്. ആ ഫ്രീയിൽ എന്തൊക്കെയുണ്ട് നമുക്ക്? ടോട്ടൽ 20 ഏക്കർ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ടോട്ടൽ നമ്മൾ 6 ടവർ ആണ്. അത് നമുക്ക് ടോട്ടൽ ഒരു 6 ഏക്കറിൽ മാത്രമേ ഉണ്ടാവൂ. ബാക്കി 14 ഏക്കറിൽ നമുക്ക് വരാൻ പോകുന്നത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഫ്രീ സ്പേസസ് ആണ്. അതിൽ നമുക്ക് 32,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്, 3 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ 2 ജിംനേഷ്യം പിന്നെ ഒരു ഹാൾ ഉണ്ട്, കൺവെൻഷൻ സെന്റർ ഉണ്ട്. അത് 500 പാക്സ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. 1000 പാക്സിന്റെ കല്യാണങ്ങളൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകളെ നടന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്, ഹെർബൽ ഗാർഡൻ ഉണ്ട്, പിന്നെ ബാഡ്മിന്റൺ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ടർഫ് കാര്യങ്ങൾ. ഇതിപ്പം നമുക്ക് അവൈലബിൾ, ഇപ്പൊ റെഡി ടു മൂവ് ആയിട്ട് അവൈലബിൾ ഉള്ള ഒരു 3 BHK ഫ്ലാറ്റ് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ നമ്മുടെ ലിവിംഗ് ഏരിയ, ഇവിടുന്ന് ബെഡ്റൂം എന്നുള്ള ഈ കാണുന്ന ഈ ബാൽക്കണി ബേവിൻഡോ വരുന്നുണ്ട്. ഫ്ലാറ്റിന് സാധാരണ ബേവിൻഡോ കണ്ടിട്ടില്ല, കുറവാണ്. ബാൽക്കണി ടൈപ്പ് ആണ്. നമ്മള് ബേവിൻഡോന്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. റീഡിങ്ങിനും കാര്യങ്ങളൊക്കെ. അതെ, ഇവിടുന്നുള്ള വ്യൂ നിങ്ങൾ നോക്കൂ. ഈ ബേവിൻഡോ നമുക്ക് നമ്മളുള്ളത് ഫ്രൂട്ട് ഗാർഡൻ അല്ലേ? ഫ്രൂട്ട് ഗാർഡൻ ഒക്കെ ഓൾറെഡി സെറ്റ് ആണല്ലോ അല്ലേ? ഫ്രൂട്ട് ഗാർഡൻ ഒക്കെ ഓൾറെഡി സെറ്റ് ആണ്. ഇവിടെ നമ്മൾ ഇതിന്റെ ഈ ടേണിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അപ്പൊ ഇതിന്റെ ഹാൻഡിങ് ഓവർ ആളുകൾ താമസിക്കാൻ ആകുമ്പോഴത്തേക്ക് തന്നെ ഫ്രൂട്ട് ഗാർഡന്, ഹെർബൽ ഗാർഡന് എല്ലാം ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ സെറ്റ് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ നമുക്ക് കേരളത്തിൽ പെട്ടെന്ന് ആക്സസ് അല്ലാത്ത 51 തരം 51 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെടികളും 21 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ഇതിലുള്ളത്. ഇത് നോക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ 4 ആളുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫുൾ പ്രൊജക്ട് ആണ് ഇത്. ഫുൾ പ്രൊജക്ടിന്റെ ഔട്ട്ലൈൻ ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോ നേരത്തെ പോയി കണ്ട റെഡി ടു മൂവ് ഓപ്ഷൻസ് ഉള്ള ഫ്ലാറ്റ് ആണ്. ഇതിപ്പോ റീസെന്റ്ലി കൊടുക്കാൻ പോകുന്നു. 2024 ഡിസംബറിൽ കൊടുക്കുന്നു. ഇത് നമ്മുടെ അൾട്രാ ലക്ഷറി ടവർ. ഇതാണ് ലക്ഷറി ടവർ. ഇത് 17 ഫ്ലോർ ആണ്. 17 ഫ്ലോർ ആണ്. ഇത് ലക്ഷറി ടവർ ആണ്. അതെ, 20 ഫ്ലോർ ഹൈറ്റ് വരുന്നുണ്ട്. പക്ഷേ 17 ഫ്ലോർ അതിലുണ്ടാവും. ലക്ഷറി ടവർ ആയതുകൊണ്ട് പിന്നെ അതിന് വേണ്ട എല്ലാ എക്സ്ക്ലൂസീവ് കാര്യങ്ങളും, സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒക്കെ അതിന് തന്നെ ഉണ്ട് സെപ്പറേറ്റ്. എല്ലാ കാര്യങ്ങളും അതിന്. നമ്മളിപ്പോ നിൽക്കുന്നത് 32,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ക്ലബ് ഹൗസ് ആണ്. അടിപൊളി. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾ പറയുന്നത് ഫിക്സഡ് ടൈപ്പ്. കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ. ഇതാണ് 3 ഫ്ലോർ 2 ടവറിന് ജോയിന്റ് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് വരുന്നത്. പിന്നെ 4th ഫ്ലോർ തൊട്ടിട്ട് 20th ഫ്ലോർ വരെ. ഇതിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്താ? വർക്ക് പ്രോഗ്രസ് എന്താ? ഇതിന്റെ വർക്ക് പ്രോഗ്രസ് ടവർ 7 പിന്നെ ഫേസ് 2 എന്നാണ് പറയുന്നത്. ടവർ 7 സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഒരു 16 മന്ത് കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യും അല്ലേ? അപ്പൊ ഇതിലാണ് നമ്മുടെ സ്റ്റുഡിയോയും സിംഗിൾ ബെഡ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിന്റെ ഫേസ് 2 ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ താമസിക്കാനുള്ള പർപ്പസിന് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇൻവെസ്റ്റ്മെന്റ് ആംഗിളും ഒരുപാട് പേര് ഇവിടെ എത്തും. മെജോറിറ്റി ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ തന്നെയാണ് ഇവിടെ എത്തിക്കുന്നത്. കാരണം അവർക്ക് 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ് ആണ് നമുക്ക് ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുക. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഏതെങ്കിലും ടവർ അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ അതിലൊരു ചെറിയ സം ഓഫ് പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബുക്കിംഗ് എമൗണ്ട് കൊടുത്ത് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ടവർ, ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടവർ 4 അത് ഇപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 4 വർഷം എടുക്കും. ഇപ്പൊ ഇനീഷ്യൽ ടൈമിൽ അതിന്റെ ഒരു 20% മതി ഇൻവെസ്റ്റ് ചെയ്യാൻ. 20% കൊടുത്ത് നമ്മൾ അഗ്രിമെന്റ് ചെയ്ത് വെക്കുന്നു. ബാക്കി വരുന്ന 80% നമുക്ക് ഒരു 4 ഇയേഴ്സ് ഓഫ് 4 വർഷം സമയം കിട്ടും. വർക്ക് പ്രോഗ്രസ് അനുസരിച്ച് പേയ്മെന്റ് കൊടുത്താൽ മതി. 2 months ഗ്യാപ്പ് എന്തായാലും ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ലോഞ്ചിങ് റേറ്റ് ആയിരിക്കും. ലോഞ്ചിങ് അതായത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 50 ലാഖിനാണ് ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നത്, ലോക്ക് ചെയ്യുന്നതെങ്കിൽ
അവര് 4 years കഴിയുമ്പോൾ Handing over ആവുമ്പോഴേക്കും ഹാൻഡിങ് ചാവി കീ വാങ്ങുന്ന സമയത്ത് ആ ഫ്ലാറ്റിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 80 ആ റേഞ്ചിലേക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ. അതൊരു പ്രൈസ് അപ്രിസിയേഷൻ ആണ്. പ്രൈസ് അതൊരു ബെനിഫിറ്റ് ആണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്ക്. അതല്ലാതെ പിന്നെ അത് കൂടാതെ റെന്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2 BHK ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റെന്റ് എന്ന് പറഞ്ഞാൽ 22 to 25 ആണ് 2 BHK റെന്റ്. 3 BHK റെന്റ് എന്ന് പറഞ്ഞാൽ 28 to 35 ആണ് 3 BHK റെന്റ്. ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പോലും നമുക്ക് ഇതാണ് ഇതിന്റെ റെന്റൽ റിട്ടേൺ കിട്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായിട്ട് ഇത് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്റെ തന്നെ ക്ലയൻസ് ഒരുപാട് പേരുണ്ട്. അപ്പം ഈ പ്രൊജക്ടിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആശിക്കുന്നത് നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. അപ്പം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് ലാൻഡ്മാർക്ക് വില്ലേജിന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അവർ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ലാൻഡ്മാർക്ക് വില്ലേജിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർക്ക് ഇറ്റ്സ് മീ സിസൽ, എല്ലാം ഷാക്കിർ, സൈനിങ് ഓഫ്.